ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഓംപ്ലേറ്റ് ആണ് ഇന്നേ വരെ ഉണ്ടാക്കി പരിചയമുള്ളത്. അപ്പം നേരെ പോകുന്നത് ചിക്കൻ കടായിലേക്കാണ്. കടായി ആവോ കേടാവോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ചിക്കനും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വരികയാണ്. ഹലോ ഗായ്സ്, ഇപ്പൊ നമ്മളെ അഗീന്റെ വീട്ടിലാണ്. നമ്മളിന്നൊരു പുതിയ റെസിപ്പി ട്രൈ ചെയ്യാൻ പോണേ. കടായി ചിക്കൻ ആണ് അവ പറഞ്ഞത്. കേടാവോ കടായി ചിക്കൻ ആണ് നമുക്ക് നോക്കാം. എന്താ പാടുന്നാവോ, ഓംപ്ലേറ്റ് ഉണ്ടാക്കി നിങ്ങളെ കഥ ഓർമ്മ. പിന്നെ അവിടെ ഉള്ളി, വെളുത്തുള്ളി, തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റ് ആക്കണം. അപ്പോൾ ഒന്ന് സെറ്റായില്ല, ഒന്നുകൂടി സെറ്റാക്കിയിട്ട് പിന്നെ ഇതാണ് നമ്മുടെ കഴുകി വെച്ച ചിക്കൻ. അതിൽ മസാല ആഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ മുളകും പൊടി നമുക്ക് ആവശ്യമുള്ള ഇട്ടാൽ മതി. ഞാൻ കുറച്ച് ഇടാറുള്ളൂ എന്ന് പറഞ്ഞാൽ കേട്ടലൊന്നും ഇല്ല. പിന്നെ കുരുമുളക് പൊടി അതും ആവശ്യത്തിന്, അല്ലെങ്കിൽ ഇടിഞ്ഞാവും. പിന്നെ കോൺഫ്ലവർ അത് കുറച്ചുണ്ടായിക്കോട്ടെ. പിന്നെ സോയാ സോസ്, അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അങ്ങനെ കുറച്ച് ഓവറാവാതെക്കാനാണ് ഞാൻ ആ മൂടിയിലെടുക്കുന്നത്. മൂടിയിലെടുത്തൊരു 3-4 മൂടിയൊക്കെ ഒഴിക്കാം. അപ്പൊ സൂപ്പർ ആയിക്കോളും. പിന്നൊരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിക്കാം. ആവശ്യത്തിന് ഉപ്പ്, അത് മതി, കുറച്ച് മതിയാവും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. പക്ഷെ ഈ മിക്സ് ചെയ്യുമ്പോൾ നമ്മളൊരു സാധനം മറന്നിക്കണം. നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി. അപ്പൊ അത് ഞാൻ രണ്ടാമത് പിന്നെ ഒന്നുകൂടി ഇത് മിക്സ് ആക്കും. അതാണ് അവസ്ഥ. പൊരിച്ചതിന് ശേഷം അറിയാഞ്ഞ ഭാഗ്യം. ഇനിയും അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നല്ല മിക്സ് ചെയ്തതിനു ശേഷം അത് അടച്ചിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കുക ഒരു 1/2 മണിക്കൂർ. അപ്പൊ ഏകദേശം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് നേരെ പക്ഷെ ഓയില് ഒഴിക്കാം. പിന്നെ ചിക്കൻ നേരെ അതിലേക്ക് പൊരിക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ മസാല നേരത്തെ മിക്സ് ചെയ്തതിൽ കുറച്ച് കളർ കുറവുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കളർ ഒരു തുള്ളി എനിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഈ കളറും ഉണ്ടാവൂല. അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ സാധനം സെറ്റാക്കണം. കുറച്ച് എണ്ണയ്ക്ക് കട്ട് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ഇടുക. പിന്നെ 3-4 പച്ചമുളക്, ഈ രണ്ടും കൂടി ഇട്ടാണ്ട് നല്ല സെറ്റാക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, നമ്മള് അരിഞ്ഞ് സെറ്റാക്കി വെച്ച ഉള്ളി, കാപ്സിക്കോ. ഉള്ളി മറ്റേ ഇങ്ങനെ അരിയണം കേട്ടോ, ഒരു വലിയ പീസാക്കിട്ട് അപ്പളെ കാണുമ്പോൾ ഒരു മജുണ്ടാവും. നന്നായിട്ട് ഇളക്കുക. കുറച്ച് മല്ലിയില, അതധികം വാടാനും നിൽക്കണ്ട, ചെറുതായിട്ട് ഇളക്കുക. വാടാൻ മുന്നേ തന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ചുണ്ടായിക്കോട്ടെ ടൊമാറ്റോ സോസ്. പിന്നെ നേരത്തെ മിക്സ് ചെയ്ത സോയാ സോസ്, അത് നേരത്തെ പോലെ തന്നെ ഒരു 4 മൂടി 5 മൂടിയൊക്കെ ഒഴിക്കാം.
ഇന്നത്തെ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്താണ് കേട്ടോ. വെള്ളത്തിൽ മിക്സ് ചെയ്താണ്ട് നേരാക്കി വെക്കുക. കുറച്ച് കുരുമുളക് പൊടി നന്നായിട്ട് ഇളക്കുക. ഇളക്കി സെറ്റപ്പ് ആക്കിയിട്ട് ഈ ഇളക്കിയതിലേക്ക് പിന്നെ നമ്മള് നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനില്ലേ അതങ്ങോട്ട് ഇടുക. ദാറ്റ്സ് ഇനഫ്. ഇത്രേ ഉള്ളൂ. ഇതിന് നന്നായിട്ട് മിക്സ് ആക്കുക. നന്നായിട്ട് മിക്സ് ആക്കി നമ്മുടെ സാധനം റെഡി. ഇത്ര പണി ഉള്ളൂ. എന്താ സാധനം ഇവിടെ റെഡി ആയി. സാധനം റെഡിയാക്കി ഞങ്ങൾ കുറച്ച് പൊറോട്ട വാങ്ങി വേഗം പോയിട്ട് ഞങ്ങൾ ടേസ്റ്റ് നോക്കുകയാണ്. എല്ലാവരും ഇരുന്നു. ശിവന്, എൻജോട്ടൻ, വിവേക്, പിന്നെ ഞാൻ. അപ്പൊ ശിവ എന്നാ കോരിട്ടേ സാധനം ഇട്ടേ. സാധനം ഉണ്ടാക്കിയല്ലേ നമ്മള്. വേട്ട് കഴിക്ക്. ഒരു പീസ് എടുത്ത് കഴിക്ക് വേണം. ആ കഴിക്ക്. സാധനം എന്നാ അവിടെ കറി വെക്കണം. സാധനം ടേസ്റ്റ് നോക്ക്. എങ്ങനുണ്ട് കടായി? എങ്ങനുണ്ട്? സത്യം പറഞ്ഞോ ഈ വിഷയമുള്ള കാര്യമില്ല. ഓക്കെ അല്ലേ? സൂപ്പറായില്ലേ? ഓംപ്ലേറ്റിനായിട്ട് അടിപൊളിയല്ലേ? അത് മതി. എഞ്ചോട്ടാ കഴിച്ചോണി. ആദ്യം നമ്മള് ചിക്കൻ പീസ് മാത്രം എടുത്ത് വെക്കണം. എങ്ങനെയുണ്ട്? അടിപൊളി നൈസ്. എന്താ അവസ്ഥ ചേട്ടാ? മൈക്കെടുത്ത് പറയും കേൾക്കൂല. സെറ്റല്ലേ? അടിപൊളി. നമ്മളെ മെയിൻ ഷെഫ് നൈസായിട്ട് സംഭവം. കഴിച്ചാ? ഓംപ്ലേറ്റിനായിട്ട് അടിപൊളിയാ. കഴിച്ചാ? ഞാൻ കഴിച്ചു. ഓക്കെ അല്ലേ? കുഴപ്പമില്ല. സംഭവം നൈസായിട്ട്. ബുക്കിംഗ് ഫോർ ഓർഡർ കേട്ടോ.